ഇന്നത്തെ നമ്മുടെ താരം കപ്പയാണ് കേട്ടോ. കപ്പയെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടേ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് കപ്പ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ദേ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ദേ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്നെടുത്ത് മാറ്റുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഊറ്റി കളഞ്ഞെടുക്കാവേ. ഇതുപോലെ എടുത്ത ശേഷം നമുക്ക് ഈ കപ്പയൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കപ്പ കടിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ. എനിക്കിപ്പോൾ ഉടഞ്ഞ് നല്ല കുഴഞ്ഞ പരുവത്തിരിക്കുന്ന ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊന്നും മാറണ്ട, സവാളയൊന്ന് വാടി വന്നാൽ മതി. ഈ പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. നമ്മൾ കപ്പ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയേ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പയുണ്ടല്ലോ അതുകൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. എല്ലാം നന്നായിട്ട് കപ്പയിലേക്ക് പിടിക്കണം ഈ മസാലയൊക്കെ. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വാഴയിലേക്ക് ഉണ്ടെങ്കിൽ വാഴയില എടുത്തു, ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് ചൂടോടെ അങ്ങ് വിളമ്പണം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കൊത്തി അരിഞ്ഞ കുറച്ച് സവാളയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ചൂടോടെ ഒരു പിടി അങ്ങ് പിടിച്ചു. കുറച്ച് കട്ടൻ കാപ്പിയും കൂടെ ഇടാൻ മറന്നു പോകല്ലേ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇത് കഴിച്ചിട്ടുള്ളവരാണോ? നല്ല ടേസ്റ്റ് അല്ലേ? കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇല്ലാത്തവർ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റാ.